നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉള്ളിവട വീഡിയോ ആണ് കേട്ടോ. ഉള്ളിവട ഇഷ്ടമില്ലാത്തവർ കുറച്ച് പേരെ കാണുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 4 മണി പലഹാരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഉള്ളിവടയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉള്ളിവട എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ അച്ഛൻ ഇപ്പം പണിയും കഴിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൈ കരുതുമല്ലോ. അപ്പം കൈ കരുതുന്ന കൂടെ എനിക്ക് ഉള്ളിവടയും അമ്മയ്ക്ക് പഴംപൊരിയും അതായത് അപ്പുവിന് ബോണ്ടായുമാണ് കേട്ടോ കൊണ്ടുവരാറ് പതിവുള്ളത്. അത് എങ്ങനാണെങ്കിലും അച്ഛൻ ആ ഒരു കോമ്പിനേഷൻ അല്ലെ ആ ഒരു കോംബോ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അവന് ബോണ്ടായോടാണ് താല്പര്യം. അപ്പം ചെറുപ്പം മുതലേ ഇപ്പം അവൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അവൻ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ബോണ്ടാന്നേ പറയത്തുള്ളൂ. അപ്പം അവന് ബോണ്ട അങ്ങനെയാണ് കേട്ടോ. അവന് ബോണ്ട ഭയങ്കര പ്രിയപ്പെട്ടതായതുകൊണ്ട് അവൻ അത് വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് 2 പേർക്കും ഇതുമാണ് കേട്ടോ വാങ്ങിച്ചു തരുന്നത്. പിന്നെ എല്ലാ വീട്ടിലെയും പോലെ അച്ഛന്മാരുടെ കാര്യം അറിയാലോ. ഇപ്പം ഞങ്ങൾ 4 പേര് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 4 കടി വാങ്ങിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം ഞങ്ങൾക്ക് തരും കേട്ടോ. 3 എണ്ണം തന്നിട്ട് ബാക്കി ഏതെങ്കിലും ഒരെണ്ണം മിച്ചം കാണുമല്ലോ, അത് പിന്നെയും അത് 4ആയിട്ട് ഭാഗിക്കും കേട്ടോ. ഇപ്പോൾ ഒരു പഴംപൊരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും 4ആയിട്ട് ഭാഗിക്കും എന്താണെങ്കിൽ പോലും. എന്നിട്ട് ചെറിയൊരു പീസ് എടുക്കും, ബാക്കി ആ കുഞ്ഞു പീസ് ഉണ്ടല്ലോ അതെല്ലാം പിന്നെയും ഞങ്ങൾക്ക് വീതിച്ച് തരുവാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പറയും ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, ഞാൻ 2 എണ്ണം കഴിച്ചിട്ടാണ് വന്നത്, പക്ഷേ കഴിക്കാതെ വന്നേന്നുള്ള കാര്യം നമുക്കറിയാം. മിക്ക വീട്ടിലെയും അച്ഛന്മാർ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ, നമ്മളെ കഴിപ്പിച്ചിട്ടേ അവർ ബാക്കി കാര്യം നോക്കാറുള്ളൂ. പിന്നെ ഈ ഉള്ളിവടയുടെ എന്തുകൊണ്ടാണ് പ്രിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇപ്പം ഉള്ളിവട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അതായത് നമുക്ക് മനസ്സിലായി കാണുമല്ലോ, ചില കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് നല്ല ബളബളാന്നിരിക്കും. അപ്പോൾ റബ്ബർ പോലെ ആയിരിക്കും ഇരിക്കുന്നത് ചിലത് കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും, ഒരു രുചിയൊന്നും ഉണ്ടാവണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു കൂട്ടാണ് കേട്ടോ. എനിക്ക് എന്തോ അങ്ങ് തോന്നി. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ എവിടെയെങ്കിലും കടയിൽ കിട്ടുമോ എന്നാണ് കേട്ടോ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കടയിലൊന്നും തന്നെ ഈ ഉള്ളിവട കണ്ടിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഉള്ളിവട എന്തുകൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിക്കൂടാ എന്നുള്ള കാര്യം കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഓൾറെഡി സവോളയൊക്കെ ഉണ്ടായിരുന്നു, നല്ല മഴ പെയ്യുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പം നല്ല ചൂട് ചായയും അല്ലെങ്കിൽ കട്ടൻ കാപ്പിയും അതിൻ്റെ കൂടെ ഈ ഉള്ളിവടയും കൂടി കഴിക്കുകയാണെങ്കിൽ എന്താല്ലേ ആഹാ അന്തസ്. അപ്പം ആ അന്തസ്സിന് വേണ്ടിയുള്ള പുറപ്പാടായിരുന്നു. ഞാനങ്ങനെ സവോളയൊക്കെ അരിയുവാണ് കേട്ടോ. എപ്പോൾ സവോള അരിഞ്ഞാലും നമ്മുടെ കണ്ണിൽ അത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സൃഷ്ടിക്കുമല്ലേ. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. കണ്ണിൽ നിന്ന് കുടുകിട കണ്ണുനീരങ്ങോട്ട് വീഴാൻ തുടങ്ങി കേട്ടോ. അപ്പം ഈ സമയത്ത് നമ്മുടെ ഷാഡോ അനങ്ങാതെ കിടക്കുവാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം ഒരു 7 മണി 7:30 കൂടിയൊക്കെ ആയിക്കാണു കേട്ടോ. ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ തുള്ളിച്ചാടുന്ന കാണുമ്പോൾ ഒരു സവോള ആയിരുന്നതിന് ഇത്ര ഇതോ, പക്ഷെ ചില സവോളയ്ക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ഒരു സംഭവം ഇങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ കണ്ണുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയാൻ വേണ്ടിയൊക്കെ തുടങ്ങും, നീറും അല്ലേ, ആ ഒരു നീറ്റിൽ നമുക്കുണ്ടാവും. എന്നിട്ട് ഞാനതൊക്കെ കടിച്ചമർത്തി അടുത്ത സവോള എടുത്തു അരിയാൻ തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ നല്ല കണ്ണൊക്കെ എഴുതി, അതായത് നമ്മൾ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വന്ന ഒരു വഴിയാണല്ലോ, അപ്പോൾ കണ്ണൊക്കെ എഴുതിയത് വാലൊക്കെ ഇട്ടത് എൻ്റെ വാലൊക്കെ പോയ പോക്ക് കണ്ട് ഏതൊക്കെ രീതിയിൽ കൂടെയാണെന്നുള്ളത് അല്ലേ. പിന്നെ ഉള്ളിവടയുടെ കാര്യം പറയാം അല്ലേ. ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ആവശ്യാനുസരണം, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്കനുസരിച്ചുള്ള സവോള എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി വേണം നമുക്ക്, പച്ചമുളക് വേണം നമുക്ക്. ഇപ്പോൾ ഒരു പൂച്ചയുടെ സൗണ്ട് കേട്ടില്ലേ, അത് നമ്മുടെ ഷുക്കൂറാണ് കേട്ടോ. ഈ മില എപ്പോഴും ഷുക്കൂറിന് എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. മില എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അവൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്നു കേട്ടോ. അവൻ എപ്പോഴും ഇങ്ങനെയാണ്, ഭയങ്കര കുസൃതിയാണ്. അതായത് നമ്മുടെ ഷാഡോയുടെ അത്രയും കുസൃതി എന്തായാലും ഇല്ല കേട്ടോ. മില ഇപ്പം നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ നമ്മൾ കൈയുടെ ഇവിടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഷാഡോ അത് പറ്റില്ല. ഷാഡോ കുരുത്തക്കേടിൻ്റെ ആശാനാണ് ഷാഡോ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ സംഭവങ്ങളെല്ലാം കുനുകുന അരിയുന്നുണ്ട് കേട്ടോ. ഈ കൂടെ കറിവേപ്പിലയും കൂടെ എടുക്കണേ. അത് കുഞ്ഞായിട്ടും അരിയാം, അല്ലാണ്ട് ഒറ്റയായിട്ട് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സാണേ. അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ കനം കുറച്ചാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രീതിക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ ഉള്ളിവടയൊക്കെ. അപ്പം ആ ഉള്ളിവടയ്ക്കകത്ത് എങ്ങനെയാണോ കിട്ടുന്നത് അതേ കണക്കിൽ ജസ്റ്റ് അങ്ങോട്ട് അരിഞ്ഞ് വിടുക. അങ്ങനെ അരിയലായി കാര്യങ്ങളായി അതവിടെ കിടന്ന് അരിയാലേ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കഥ പറയാം. നമ്മളിപ്പോൾ മിലോയിനെ കുറിച്ചാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പം മിലോയിനെ കുറിച്ച് തന്നെ പറയാം.
എനിക്ക് തോന്നുന്നു മിലോയിനെ എനിക്ക് കിട്ടുമ്പോൾ വെറും 23 ദിവസം പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മിലോയ്ക്ക്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ 23 ദിവസമുള്ള കുഞ്ഞുങ്ങൾ എത്രത്തോളം വലുതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ മിലോയിനെ വാങ്ങുമായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം മിലോയിനെ നമ്മൾ അങ്ങനെ വാങ്ങി 23 ദിവസമായുള്ള മിലോയിനെ നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അമ്മ എന്ത് ചെയ്യുന്ന കേട്ടതില്ല. അപ്പോൾ അമ്മയോട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇങ്ങനെ അമ്മ പട്ടിക്കുഞ്ഞിനെ വാങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അമ്മ എന്ത് ചെയ്യുന്നാൽ സമ്മതിക്കുന്നുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് പെറുക്കി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്തായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. അയ്യോ, അതിനകത്ത് ചുരുണ്ട് മൂടി കിടക്കുന്നതൊക്കെ കാണാമായിരുന്നു മിലോ. അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു മിലു ഒരു 6 മാസം വരെ എൻ്റെ കൂടെയായിരുന്നു കേട്ടോ. നമ്മുടെ കട്ടിലയിൽ കിടന്ന് നമ്മുടെ ഇത് അവന് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഈ കഴുത്തിൻ്റെ പുറകിൽ കിടക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം അവൻ അങ്ങനെയായിരുന്നു എപ്പോഴും കിടക്കുന്നത്. അന്നേരത്തേനും അങ്ങനെ ഒരു 6 മാസത്തോളം നമ്മുടെ കൂടെ തന്നെ. അപ്പം ഇവന് കുഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞില്ല, ഇവൻ കുഞ്ഞായിരുന്ന സമയത്ത് ഇവനെ നമ്മൾ വീട്ടിലിട്ടിട്ടൊക്കെ പോകുമ്പോഴത്തേനും അമ്മ ഇവിടെ വീട്ടിൽ ആരും കാണത്തുണ്ടായില്ല ആ സമയത്തൊക്കെ. അപ്പോഴും അവൻ ഒരനക്കവും ഒന്നും ഇല്ലാണ്ട് അവൻ കിടക്കും. അപ്പം എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ആ കുഞ്ഞായിരുന്നിട്ട് പോലും അവൻ ഓടി വരികയും ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ മിലോ കേട്ടോ. ഇപ്പം ഞാനിത് പറയുമ്പോൾ അവനിങ്ങനെ ചെവി ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ എന്താണ് കൂർമ്മിച്ച് നിർത്തിയിട്ടുണ്ട്, ഇവളെന്താ ഈ പറയുന്നതെന്നുള്ള രീതിക്ക്. അപ്പം അവനെ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നു. അവനിപ്പോൾ 2 വയസ്സായി, ഇനിയിപ്പോൾ 3ാമത്തെ വയസ്സിലോട്ട് പോകുന്നു. ഞാൻ മിനിഞ്ഞാന്ന് അച്ഛനോട് പറയുമായിരുന്നു, അച്ഛേ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ പ്രായം എന്ന് പറയുന്നത് മാക്സിമം ഒരു 8 വർഷം എന്നൊക്കെയാണ് പറയുന്നത്. ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ 8 വർഷം എന്നുള്ളത്. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ 2 വയസ്സായല്ലോ, ഇനി 3 വയസ്സാവും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അങ്ങനെയാണല്ലോ ഇവനേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവരെ കാണുന്നത്. അപ്പോൾ മിലോ ആണെങ്കിൽ പോലും മിലോ എനിക്കറിയില്ല, എനിക്ക് പറയുമ്പോൾ മിലോ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റുകയില്ല കേട്ടോ. അതുപോലെയാണ് അവനും അവൻ്റെ സ്നേഹം നമുക്ക് തരുന്നതും ഒക്കെ. നമുക്ക് ഒരുപാട് പട്ടിക്കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ പോലും മിലോയോടുള്ളത്ര ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങനെ ഒന്നിനോടും വന്നിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് നമുക്കൊരു ജീവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അവനായിരുന്നു ആദ്യത്തെ നമ്മുടെ പട്ടിക്കുഞ്ഞ്. അപ്പം അവനെ ഇതുപോലെ തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പട്ടിക്കുഞ്ഞുങ്ങൾ നമ്മൾ വളർത്തിയെങ്കിലും മിലോയോട് നമുക്കൊരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. കാര്യം കുഞ്ഞാണ്, നമുക്ക് എടുത്തുകൊണ്ട് നടക്കാം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിവടയിലോട്ട് കിടക്കാം. അപ്പം ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം ഈ സവോള നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈക്ക് തിരുമ്മണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിരുമ്മി എടുക്കുക. തിരുമ്മിയിട്ട് അതിൻ്റെ ചാറ് മാറ്റുക. പിഴിഞ്ഞ് ചാറ് മാറ്റി ആ മാറ്റിയതിലേക്ക്, അതായത് ആ സവോളയിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ ഞാൻ ഇടുന്നത് കുറച്ച് മുളക് പൊടിയാണ്. മുളക് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഒരു കളറൊക്കെ വേണമല്ലോ, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പം മുളക് പൊടി ഇടുന്നു. അങ്ങനെ മുളക് പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, എൻ്റെ കയ്യിൽ മൈദാമാവായിരുന്നു ഉണ്ടായിരുന്നത്, ഇച്ചിരി ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി മൈദാമാവും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പം ഗോതമ്പ് പൊടി ഇട്ടു, മൈദാമാവ് ഇട്ടു, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ടു. അത് എന്താണ്, ആ സവോളേനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇത്രയുള്ള കണക്കും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമുള്ള പൊടികൾ ഇട്ടാൽ മതി. അങ്ങനെ പൊടികളിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അതിനൊക്കെ കേട്ടോ. നന്നായിട്ട് കുഴച്ച് അതിനെ എല്ലാം കൂടി ഒന്ന് സെറ്റപ്പാക്കി കുഴച്ചൊന്ന് എടുക്കുക. കുറച്ച് വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഫേവറേറ്റ് പാൻ എടുത്ത് വെക്കുന്നു. ആ പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടാവേണ്ട, ഏകദേശമൊക്കെ ഒന്ന് ചൂടാവുമ്പോഴത്തേനെ ഇതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലത്തെ തന്നെ പ്രൊസീജിയർ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുക കേട്ടോ ചെയ്യുന്നത്. എണ്ണയ്ക്കകത്തിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം
ഉള്ളിവട തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അപ്പം ഈ ഉള്ളിവടയ്ക്കകത്ത് ഇനി പ്രത്യേകം ആഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് കുറച്ച് പെരിഞ്ജീരകം ഇല്ലേ, കുറച്ചേറെ പെരിഞ്ജീരകം ഒന്ന് ഇടിച്ചിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ രുചി ഒന്നുകൂടെ കൂടും കേട്ടോ. പെരിഞ്ജീരകം ആവശ്യമായ ഒരു ഘടകമാണ്, അതെല്ലാവരും ഇടാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഇങ്ങനത്തെ കുറച്ച് അലുക്കുലുക്ക് പരിപാടികളിലൂടെയാണ് ഈ സാധനം എണ്ണയ്ക്കകത്തോട്ടിടുന്നത്. എനിക്ക് പൊതുവേ എണ്ണ പേടിയാണ്, കഞ്ഞിവെള്ളം പേടിയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് പ്രോസസ്സിലൂടെ ഞാനതെന്താ ഇങ്ങനെ വറക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ഉള്ളിവട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു മറിച്ച് നോക്കിയിട്ടൊന്ന് മൂപ്പിച്ച് സെറ്റപ്പ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉള്ളിവട റെഡിയാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, കടകളിൽ കിട്ടുന്ന പോലെ അത്ര സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര സോഫ്റ്റ് അല്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേറെ രീതിയിലാണല്ലോ, അപ്പം അത്രയ്ക്ക് സോഫ്റ്റ് ഒന്നുമില്ല. പിന്നെ ഈ കൂടെ ഞാൻ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. കുറച്ച് അരിപ്പൊടിയും കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുട്ടുപൊടി ആയിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് പറയുന്നത്, ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.